പല്ലാരിമംഗലം ടൗണിലെ അടിവാട് ടൗണിനോട് ചേർന്ന പ്ലൈവുഡ് കമ്പനികൾ ആരംഭിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം. വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. പ്ലൈവുഡ് കമ്പനികൾ കൂട്ടത്തോടെ സ്ഥാപിക്കുന്നത് വലിയ പാരിസ്ഥിതിക മലിനീകരണത്തിനിടയാക്കും എന്നതാണ് പ്രധാന ആരോപണം. പല്ലാരിമംഗലം പഞ്ചായത്തിലെ അടിവാട് ടൗൺ പരിസരത്ത് പ്ലൈവുഡ് കമ്പനികൾ ആരംഭിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. 12 ഏക്കർ സ്ഥലത്ത് 6 കമ്പനികൾ ഒന്നിച്ചാരംഭിക്കാൻ നീക്കം നടക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധ ജാഥയും പ്രതിഷേധ കൂട്ടായ്മയും നടത്തിയത്. അടിവാട് ടൗണിൽ നിന്നാണ് പ്രതിഷേധ ജാഥ ആരംഭിച്ചത്. പദ്ധതി പ്രദേശം ചുറ്റി ടൗണിൽ ജാഥയെത്തിയപ്പോൾ പ്രതിഷേധ സംഗമം ആരംഭിച്ചു. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു സമരം ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കാനാണ് ഇത്തരം ഭൂമാഫിയയും വ്യവസായ മാഫിയയും ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന് അവർക്ക് ശക്തമായ വില നൽകേണ്ടി വരും എന്ന് പ്രാഥമികമായി പറയുകയാണ്. നമുക്കറിയാം, ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ നിയോജക മണ്ഡലം സെക്രട്ടറി CD മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹ്സിന ഷിഹാബ്, പഞ്ചായത്ത് അംഗങ്ങളായ MP ഷൗക്കത്ത് അലി, നിസമോൾ ഇസ്മായിൽ, NK മുഹമ്മദ്, SHR ജില്ലാ കമ്മിറ്റി അംഗം KP വിജയൻ, താലൂക്ക് കോർഡിനേറ്റർ റിനു ജോർജ്, അടിവാട് സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് ജാഫർ ബാഖവി, പ്രസിഡന്റ് മുഹമ്മദ് CH, CPI ലോക്കൽ സെക്രട്ടറി അലിയാർ MS, അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് KE കാസിം എന്നിവർ സംസാരിച്ചു. ജനകീയ സമിതി ചെയർമാൻ അബൂലസ് MS യോഗത്തിൽ അധ്യക്ഷനായി. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് സ്വാഗതവും ജനകീയ കൂട്ടായ്മ കൺവീനർ മൊയ്തീൻ KM നന്ദിയും പറഞ്ഞു. ഉയർന്ന ഭാഗത്ത് സ്ഥാപിക്കുന്ന പ്ലൈവുഡ് കമ്പനിയിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ അടിവാട് ടൗണിലേക്ക് എത്തും എന്നതാണ് പ്രധാന ആശങ്ക. കൂടാതെ ജലസ്രോതസ്സായ അടിവാടിച്ചിറ മലിനമാകുമെന്നും വെള്ളം കാളിയാർ പുഴയിലെത്തി വലിയ പാരിസ്ഥിതികാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും സമരസമിതി ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.